നമസ്കാരം. 10ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ വിശകലനമാണ് നടത്തുന്നത്. ചിത്രകാരി എന്ന കഥ രചിച്ചിരിക്കുന്നത് ഷാഹിന EK ആണ്. ഇതിലെ ആദ്യത്തെ ചോദ്യം, കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക എന്നതാണ്. കല മനുഷ്യൻ്റെ സർഗാത്മകതയുടെ ആവിഷ്കാരമാണ്. കലാകാരൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ആനന്ദവും സ്വാതന്ത്ര്യബോധവും കലാസൃഷ്ടികളിലൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത്. അതിനാൽ കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ആഹ്ലാനുഭൂതി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചിത്രകാരി എന്ന കഥയിലെ ഫിസയ്ക്ക് ഇത്തരം ആഹ്ലാനുഭൂതികളൊന്നും തന്നെ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ കലാപ്രവർത്തനങ്ങളെക്കാൾ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾക്കാണ് സ്ത്രീ പ്രാധാന്യം നൽകേണ്ടത് എന്ന പരമ്പരാഗത സാമൂഹിക കാഴ്ചപ്പാടാണ് ഫിസയുടെ കലാജീവിതത്തിന് തടസ്സമാകുന്നത്. ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഫിസ പരമ്പരാഗത രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധിക്കുന്നവരാണ്. കുടുംബത്തിൻ്റെ പതിവ് ചട്ടക്കൂടിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ അവരുടെ കലാപരമായ ആഗ്രഹങ്ങളെ അംഗീകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല. എന്നാൽ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കാതെ തന്നെ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഫിസ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതവും കലാജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ളവരുടെ നിയന്ത്രണങ്ങളും പരമ്പരാഗത ചിന്താഗതികളും അവളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാവുന്നു. അതിനാൽ കല നൽകുന്ന ആഹ്ലാദവും ആത്മസംതൃപ്തിയും പൂർണ്ണമായി അനുഭവിക്കാനുള്ള അവസരം ഫിസയ്ക്ക് നിഷേധിക്കപ്പെടുകയാണ്. സ്ത്രീയുടെ കലാസ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന സാമൂഹിക സമീപനങ്ങളെയാണ് ഈ കഥാപാത്രത്തിലൂടെ കഥാകാരി തുറന്നു കാട്ടുന്നത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചോദ്യത്തെ പരിശോധിക്കാം. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് ചോദ്യം. ചിത്രകാരി എന്ന കഥയുടെ അവസാന ഭാഗത്തു നിന്നുള്ള വരികളാണ് ചോദ്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ദൈവം തൊട്ട കൈവിരലുകളാണ് ഫിസയുടേതെന്ന് ഫിസയുടെ ഭർത്താവിനോട് പറയുന്നത് അയാളുടെ സുഹൃത്താണ്. അത് അയാളിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സർഗാത്മകതയും സ്വാതന്ത്ര്യബോധവും പുലർത്തുന്ന ആധുനിക സ്ത്രീയുടെ വ്യക്തിത്വവും പിന്നെ പരമ്പരാഗത ഭാര്യാസങ്കല്പങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണ് പ്രമേയമായി കാണുന്നത്. കുടുംബത്തിൻ്റെ പരമ്പരാഗത ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന ഫിസയുടെ നിസ്സഹായ അവസ്ഥയാണ് കഥയുടെ അവസാനം വ്യക്തമാകുന്നത്. താൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അത് അലങ്കോലപ്പെടുത്തുകയും ബ്രഷ് തട്ടി എറിയുകയും ചെയ്യുന്ന ഭർത്താവിൻ്റെ നടപടി അംഗീകരിക്കാനാവാത്തതാണെന്ന് ഫിസയ്ക്ക് ബോധ്യമുണ്ട്. അതിലവൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും കുടുംബാന്തരീക്ഷത്തിൻ്റെ സങ്കീർണതകളിൽ നിന്ന് മോചനം നേടാൻ അവൾക്ക് കഴിയുന്നില്ല. സ്വന്തം സർഗാത്മകതയും സ്വാതന്ത്ര്യബോധവും സംരക്ഷിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണ് അവൾക്കുണ്ടാകുന്നത്. സ്ത്രീയുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും പരിമിതപ്പെടുത്തുന്ന കാലഹരണപ്പെട്ട സങ്കല്പങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിലും മാറ്റം സംഭവിക്കാത്തതിലുള്ള വേദന ഫിസയുടെ മൗനത്തിൽ പ്രകടമാണ്. ഇങ്ങനെ പരമ്പരാഗത കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിൽ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും നിസ്സഹായതയും ഫിസ എന്ന കഥാപാത്രത്തിലൂടെ ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കും. വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ? ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗഭംഗി വിവരിക്കുക എന്നാണ് അടുത്ത ചോദ്യം. ഭാഷാപ്രയോഗത്തിൽ ഒരേ പദം ആവർത്തിക്കുന്നത് ആശയത്തിന് കൂടുതൽ ദൃഢതയും ഭാവതീവ്രതയും നൽകാറുണ്ട്. വരയ്ക്കാതെ എന്ന പദത്തിൻ്റെ ആവർത്തനം ഇതിന് വളരെയധികം ഉദാഹരണമാണ്. വരയ്ക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് വളരെ കാലമായി വിട്ടുനിന്നു എന്ന ആശയം കൂടുതൽ വ്യക്തമായി പ്രകടിപ്പിക്കാനാണ് ഈ ആവർത്തനം സഹായിക്കുന്നത്. പാഠഭാഗത്തിലും ഇത്തരത്തിലുള്ള പദാവർത്തന പ്രയോഗങ്ങൾ ധാരാളം കാണാം. ഉദാഹരണത്തിന്, മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന
കാടങ്ങനെ പടർന്ന് എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. മാറി മാറി എന്ന പദത്തിൻ്റെ ആവർത്തനം മാറ്റത്തിൻ്റെ തുടർച്ചയെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പടർന്ന് എന്ന ആവർത്തനം പടരുന്ന പ്രവർത്തനത്തിൻ്റെ വേഗതയെയും തീവ്രതയെയും ഒക്കെ വ്യക്തമാക്കുന്നുമുണ്ട്. നമ്മൾ സാധാരണ സംഭാഷണങ്ങളിലും എഴുത്തിലും ആശയത്തിന് ഊന്നൽ നൽകുന്നതിനായി ഇത്തരം പദാവർത്തനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓടി തളർന്നു, കണ്ട് മടുത്തു, പണ്ട് ഒരിടത്ത്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. അതിനാൽ പദാവർത്തനം ഭാഷയ്ക്ക് ആശയപരമായ ദൃഢതയും ഭാവതീവ്രതയും നൽകുന്ന സവിശേഷമായ പ്രയോഗരീതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ, കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവൾ പറയുക വര നിർത്തൂലാന്ന്. മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നതാണ് അടുത്ത ചോദ്യം. ഷാഹിന ഇ.കെയുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ. ചിത്രകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും സ്വന്തം സ്വാതന്ത്ര്യബോധവും കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് ഫിസയുടേത്. കുട്ടിക്കാലം മുതലേ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തോട് അവൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. വിവാഹാലോചനകൾ നടന്നപ്പോഴും ചിത്രകലയെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം തനിക്ക് സാധ്യമല്ല എന്ന് അവൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അവളുടെ ഈ താല്പര്യത്തിന് വരൻ്റെ ബന്ധുക്കൾ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ഫിസ സാധാരണ കുടുംബജീവിതത്തിൻ്റെ രീതികളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടുന്നില്ല. മറ്റുള്ളവരുമായി സംസാരിച്ചും കുടുംബ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തും സമയം ചെലവഴിക്കുന്നതിന് പകരം അവൾ ബ്രഷും ചായങ്ങളുമായി തൻ്റെ മുറിയിൽ ഒതുങ്ങിക്കൂടുന്നു. ചിത്രകലയോടുള്ള തീവ്രമായ അഭിനിവേശമാണ് അവളുടെ ഈ ഏകാന്തതയ്ക്ക് പിന്നിൽ. എന്നാൽ ഭർത്താവിനും ബന്ധുക്കൾക്കും ഫിസയുടെ ഈ സ്വഭാവം അംഗീകരിക്കാനേ കഴിയുന്നില്ല. മരുമകൾ പാലിക്കേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് അമ്മായിയമ്മയ്ക്ക് അവളെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. ഇതുമൂലം കുടുംബാന്തരീക്ഷത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മയും സംഘർഷങ്ങളും ഒക്കെ രൂപപ്പെടുന്നു. ഫിസയുടെ കലാസ്വാതന്ത്ര്യത്തിനും കുടുംബത്തിൻ്റെ പരമ്പരാഗത പ്രതീക്ഷകൾക്കുമിടയിലെ സംഘർഷം ക്രമേണ രൂക്ഷമാവുകയാണ്. ഒടുവിൽ ഭർത്താവിൻ്റെ നിയന്ത്രണം വിട്ട പെരുമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവളുടെ ബ്രഷും ചായങ്ങളും തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ ചിന്തകളും അഭിരുചികളും മനസ്സിലാക്കാൻ ഭർത്താവ് ശ്രമിക്കാത്തതിൽ ഫിസയ്ക്ക് വല്ലാത്ത വേദനയുണ്ട്. സ്വന്തം കലാപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരാൻ കഴിയുന്ന അന്തരീക്ഷമല്ല ആ വീട്ടിലുള്ളതെന്ന് തിരിച്ചറിയുന്നതോടെ അവൾ കൂടുതൽ പ്രതിരോധിക്കാനും തയ്യാറാകുന്നില്ല. ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ എന്ന തൻ്റെ വാക്കുകളിൽ കുടുംബ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് തന്നെ തൻ്റെ കലാജീവിതം സംരക്ഷിക്കാനുള്ള ശ്രമം വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ തട്ടകം അടുക്കളയും അവളുടെ പ്രധാന ഉത്തരവാദിത്തം വീട്ടുജോലികളുമാണെന്നുള്ള പരമ്പരാഗത ധാരണയോടുള്ള ശക്തമായ പ്രതികരണമാണ് ഫിസയുടെ ജീവിതം. സ്ത്രീയുടെ സർഗാത്മകതയ്ക്കും സ്വാതന്ത്ര്യത്തിനും പുരുഷനേക്കാൾ വ്യത്യസ്തമായ പരിധികൾ നിശ്ചയിക്കുന്ന സമൂഹ മനോഭാവത്തെയാണ് കഥാകാരി ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വന്തം അഭിരുചികൾക്കനുസരിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്ന ആധുനിക സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായി ഫിസയെ കാണാം. സ്ത്രീയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കുമുള്ള യാത്രയ്ക്ക് പരമ്പരാഗത ചിന്താഗതികൾ ഉയർത്തുന്ന ഭീഷണിയെയും ഫിസ എന്ന കഥാപാത്രത്തിലൂടെ കഥാകാരി ശക്തമായി ആവിഷ്കരിക്കുന്നു. അടുത്ത ചോദ്യം, ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുവാൻ എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക എന്നതാണ്. ചിത്രകാരി എന്ന കഥയുടെ ഭാവതലം സമ്പന്നമാക്കുന്നതിൽ കഥയിലെ ചിത്രവിവരണങ്ങൾക്ക് പ്രധാന സ്ഥാനമുണ്ട്. കഥയിലുടനീളം പല സന്ദർഭങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഭാവചിത്രങ്ങൾ കഥാപാത്രങ്ങളുടെ മനോഭാവങ്ങളെയും കഥയുടെ അന്തരീക്ഷത്തെയും കൂടുതൽ തീവ്രമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ കേവലം ദൃശ്യവിവരണങ്ങളായി മാത്രം നിലകൊള്ളാതെ കഥയുടെ ആന്തരിക ഭാവലോകത്തെ ആവിഷ്കരിക്കുന്ന ഘടകങ്ങളായി മാറുന്നു. കഥയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ മനോഹരമായ ഭാവചിത്രത്തിലൂടെയാണ് കഥാകാരി വായനക്കാരെ കഥയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു. പല ദിശകളിലേക്ക് മാറി മാറി ചലിക്കുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു. മഞ്ഞയും പച്ചയും കലർന്ന ഈ വർണ്ണാനുഭവം ഫിസയുടെ സർഗാത്മകമായ മനസ്സിനെയും അവളുടെ ചിത്രകലയുടെ സവിശേഷതകളെയും അനുഭവിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ മൂടൽ മഞ്ഞ് പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന വെള്ളിവെയിലിൽ
നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടി വിടർന്നൊരു ചുവപ്പ് പൂവ് എന്ന ദൃശ്യചിത്രവും വളരെ ശ്രദ്ധേയമാണ്. പ്രകൃതിയിലെ നിറങ്ങളെയും പ്രകാശത്തെയും മഞ്ഞിനെയും പൂവിനെയും ഒക്കെ മനോഹരമായി കൂട്ടിയിണക്കുന്ന ഇത്തരം ഭാവചിത്രങ്ങൾ കഥയുടെ അന്തരീക്ഷത്തിന് ദൃശ്യഭംഗി നൽകുന്നതിനോടൊപ്പം തന്നെ വായനക്കാരൻ്റെ മനസ്സിൽ വ്യത്യസ്തമായ അനുഭൂതികളും സൃഷ്ടിക്കുന്നു. അതിനാൽ ചിത്രകാരിയിലെ ചിത്രവിവരണങ്ങൾ കഥയുടെ ഭാവതലത്തെ സമ്പന്നമാക്കുന്നതിലും കഥാവായനയെ വേറിട്ടൊരു അനുഭവമാക്കി മാറ്റുന്നതിലും ഏറെ പര്യാപ്തമാണെന്ന് നമുക്ക് വിലയിരുത്താം. അടുത്ത ചോദ്യം പരിശോധിക്കാം. അടുപ്പത്തെ പണി ഒരു കടലാഫിസ, അതങ്ങോട്ട് തീർന്നെന്ന് പറയാൻ പറ്റുക എങ്ങനെയാണ്? എൻ്റെ പെയിൻ്റടി പോലെ അല്ല അത്. എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയുമല്ല. ഇത് ചിത്രകാരിയിലെ സംഭാഷണമാണ്. ഇതിൻ്റെ കൂടെ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ സംഭാഷണ ഭാഗമുണ്ട്. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു. എന്താ ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണ പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, വരണം. ഈ രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ചർച്ച സംഘടിപ്പിക്കുക എന്നാണ് ചോദ്യം. ചിത്രകാരിയിലെ ഫിസയും KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ നായികയും നേരിടുന്ന അനുഭവങ്ങൾ സ്ത്രീകളുടെ സർഗാത്മക സ്വാതന്ത്ര്യത്തിന് സമൂഹം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കവിത എഴുതുക, ചിത്രം വരയ്ക്കുക, പ്രസംഗിക്കുക, കഥ എഴുതുക തുടങ്ങിയ സർഗാത്മക പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ ഏർപ്പെടുന്നതിനോട് വിമുഖത കാണിക്കുന്ന പുരുഷാധിപത്യ മനോഭാവമാണ് ഈ രണ്ട് രചനകളിലും പ്രകടമാവുന്നത്. ഓർമ്മയുടെ ഞരമ്പ് സ്ത്രീയുടെ കലാസ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വത്തിനും എതിരായി നിലകൊള്ളുന്ന പുരുഷാധിപത്യ സമീപനത്തെ ശക്തമായി ചോദ്യം ചെയ്യുന്ന രചനയാണ്. സമ്മേളനത്തിൽ കവിത വായിച്ചതിനും പെൺകുട്ടി തൻ്റെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിച്ചതിനും വലിയ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഇതിനുദാഹരണങ്ങളാണ്. പെണ്ണായാൽ ചോറും കറിയും വയ്ക്കണം, പെറണം എന്ന ധാരണ സ്ത്രീയുടെ ജീവിതത്തെ അടുക്കളയിലും മാതൃത്വത്തിലും മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരുതരം സാമൂഹിക കാഴ്ചപ്പാടിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. വനിതാ വിമോചന പ്രസ്ഥാനങ്ങളും വിവിധ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടും ഇത്തരം ചിന്താഗതികൾ പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. ഇന്നും ചില കുടുംബങ്ങളിലും സാമൂഹിക സാഹചര്യങ്ങളിലും സ്ത്രീയുടെ കഴിവുകളെയും സർഗാത്മകമായ അഭിരുചികളെയും അംഗീകരിക്കുന്നതിന് പകരം അവരെ പരമ്പരാഗതമായ ചുമതലകളിൽ ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാം. അതിനാൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും തുല്യാവകാശത്തെയും അംഗീകരിക്കുന്ന പുരോഗമനപരമായ സാമൂഹിക ബോധം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ചിത്രകാരിയിലെ ഫിസയുടെയും ഓർമ്മയിലെ ഞരമ്പിലെ നായികയുടെയും അനുഭവങ്ങൾ സാഹിത്യത്തിലെ സാങ്കല്പിക സംഭവങ്ങൾ മാത്രമല്ലെന്നും സ്ത്രീകൾ ഇന്ന് നേരിടുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനമാണെന്നും വിലയിരുത്താം. ഇതോടുകൂടെ ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളുടെ വിശകലനം അവസാനിപ്പിക്കുകയാണ്.